ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് സംസ്ഥാന പുരസ്കാരത്തിന് പിന്നാലെ ദേശീയ അംഗീകാരവും നേടിയിരിക്കുകയാണ് ജനപ്രിയ താരം ഉർവശി. മുഖ്യമന്ത്രി അടക്കം ഒരുപാട് പേരെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നുവെന്നും ഏറ്റവും വലിയ സന്തോഷം കമൽ സാർ വിളിച്ചിരുന്നു, മനസ്സിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തരുന്ന വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും ഉർവശി പറഞ്ഞു. രണ്ടും മൂന്നും ആളുകൾക്ക് ഒരേ പുരസ്കാരം പങ്കുവെക്കുന്നത് പല കാറ്റഗറിയിലും ഇത്തവണ കണ്ടു. പക്ഷേ നടിമാരുടെ കാര്യത്തിൽ ഇത്തവണ സംഭവിച്ചില്ല. അതിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തിന് ഉർവശി നൽകിയ മറുപടി, ഒരു അവാർഡ് എന്തിനു വേണ്ടി, അത് ഏത് മാനദണ്ഡത്തിനാണ് കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ട കടപ്പാടുണ്ട്. ഏത് മേഖലയിലായാലും. അല്ലാതെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ കൊടുക്കും, എല്ലാവരും വന്ന് വാങ്ങിച്ചോളുക എന്ന നിലപാട് ഇങ്ങനെ കാലങ്ങളായിട്ട് തുടർന്നു പോയാൽ അർഹിക്കുന്ന പലരും ഉണ്ട്, ഇനിയും വരും. എനിക്ക് പിറകെ ഇനിയും ഒരുപാട് ആളുകൾ വരും. ഞാൻ എൻ്റെ കാര്യത്തിലെങ്കിലും ഇത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പിറകെ വരുന്ന ആളുകൾക്ക് എന്താണ് വിശ്വാസം? ഒരിക്കൽ റിമാക്കല്ലെങ്കിൽ പറഞ്ഞു, ഉർവശി ചേച്ചിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന്. എന്തുകൊണ്ട് കുട്ടേട്ടന്റെ പെർഫോമൻസിനും ഷാറുഖ് ഖാന്റെ പെർഫോമൻസിനും എന്താണ് നിങ്ങൾ കണക്കാക്കിയത്? എന്ത് മാനദണ്ഡത്തിലാണ് ഇതിനെ ഏറ്റക്കുറിച്ചിൽ കണ്ടത്? ഇത് എങ്ങനെ സഹനടനായി, അത് എങ്ങനെ മികച്ച നടനായി? ഇതൊക്കെ ചോദിച്ചാൽ തീ എന്ന് പറഞ്ഞാൽ വാപ്പൊള്ളും എന്ന കാലം മാറണം. മറ്റെല്ലാ കാര്യങ്ങളിലേതുപോലെ ഞങ്ങൾ ചുമ അഭിനയിച്ചു പോവുകയല്ലോ. കുട്ടേട്ടനെ പോലൊരു ഗ്രേറ്റ് ആക്ടർ, അദ്ദേഹത്തെ പോലൊരു നാടകത്തിലെ അനുഭവം, മലയാളത്തിലെ എത്രയോ വർഷം കൊണ്ടുള്ള അനുഭവം, അദ്ദേഹത്തെ ആ മേക്കപ്പ് ഒക്കെ ഇട്ട് മലയാളത്തിൽ മറ്റു ഭാഷകളിലേതുപോലെ അത്ര വലിയ ബഡ്ജറ്റൊക്കെ ഇട്ട് 250 ദിവസം എടുക്കാൻ പറ്റിയ പടമൊന്നുമല്ല. ആ സിനിമയിൽ കുട്ടേട്ടന്റെ ജോഡിയായി ഞാനാണ് അഭിനയിക്കാനിരുന്നത്. രാവിലെ മേക്കപ്പ് ഇടാൻ 5 മണിക്കൂർ, രാത്രി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ 4 മണിക്കൂർ, കൈ മുതൽ കാലുവരെ എല്ലാം നോക്കണ്ടേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയ ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ അദ്ദേഹം അതെല്ലാം സാക്രിഫൈസ് ചെയ്തു, അനുഭവിച്ചു. അതിനൊരു ജൂറിയുടെ പ്രത്യേക പരാമർശമായിട്ടെങ്കിലും ഒരു അവാർഡ് കൊടുത്തൂടെ? അത് എങ്ങനെ സഹനടനായി? പിന്നെ ആടുജീവിതം എന്ന സിനിമ പരാമർശിക്കപ്പെടാതെ പോയി. നമുക്ക് നമ്മുടെ ഭാഷയിൽ എന്തുകൊണ്ട് കിട്ടിയില്ല? ജയ് ബേബി എന്ന സിനിമ പോയിരുന്നു ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട്. ആ സിനിമ അവരാരും കണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടവയല്ലേ? ഉർവശി തുടർന്നു. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയൊക്കെ അവിടെ നിൽക്കുവല്ലേ, അവർ ചോദിച്ചു ഉത്തരം പറയട്ടെ. അവാർഡിന് ശേഷം വന്ന പ്രതികരണങ്ങളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലുള്ള എല്ലാവരും പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കുമെന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, എങ്ങനെ, എന്തുകൊണ്ട്? കാരണം പറഞ്ഞാൽ മതി, നമ്മൾക്ക് തൃപ്തിയാണ്. ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. അവിടുത്തെ സാഹചര്യം നമ്മൾക്ക് അറിയില്ല. ഓരോരുത്തർക്കും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവും. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾക്ക് വ്യക്തത വേണം. ഉർവശിയും വിജയരാഘവനും പുരസ്കാരം നിരസിക്കണമെന്ന് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് വിവാദമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉർവശി പറഞ്ഞത്, വരട്ടെ, ഇതിനുള്ളത് വ്യക്തമാക്കി തന്നാൽ മതി. മാനദണ്ഡം അറിഞ്ഞിട്ടേ സ്വീകരിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ തന്നതല്ലേ സന്തോഷം എന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോവാൻ ഇത് പെൻഷൻ ക്യാഷ് ഒന്നുമല്ലല്ലോ. എല്ലാം അറിയണം, അറിഞ്ഞാൽ മതി. ഇത്രയും വർഷമായി ഇതിനു വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് അറിയില്ല. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഉർവശിയുടെ അഭിനയത്തിന്റെ അളവ് കുറഞ്ഞുപോയി, വിജയരാഘവന്റെ അളവ് കുറഞ്ഞുപോയി. ആടുജീവിതം ഒന്നിനും കൊള്ളാത്ത സിനിമയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, മികച്ച നടൻ, മികച്ച നടി, ഇതിന്റെയൊക്കെ മാനദണ്ഡം എന്താണ്? മികച്ച നടി എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല? കഴിഞ്ഞ വർഷം പോലും അത് ഷെയർ ചെയ്തിരുന്നു. അത് ജനപ്രിയ സിനിമയിൽ അഭിനയിച്ച നടിമാർക്ക് തന്നെയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെയായി? വിജയരാഘവന്റെ അവാർഡ് എന്തുകൊണ്ട് ഇങ്ങനെയായി? എന്തുകൊണ്ട് സ്പെഷ്യൽ ജൂറി അവാർഡ് പോലും ആയില്ല? വിജയരാഘവന്റെ എക്സ്പീരിയൻസ് ജൂറി അന്വേഷിച്ചിരുന്നോ? ഇതുപോലെയുള്ള കഥാപാത്രം മറ്റേതെങ്കിലും നടൻ ഇതിലും നന്നായി അഭിനയിച്ചു മുൻപ് വിജയിപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് പറയണം. ദേശീയ അവാർഡ് കിട്ടിയതിന് പിന്നാലെ ഉർവശി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവയെല്ലാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.